യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഡ്രിങ്കുമായിട്ട് വരുന്നതിന് ഉദ്ദേശമുണ്ടെന്നേ. ഈ ഒരു ചൂടുകാലവും നോമ്പും ഒക്കെ ആയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നത് നല്ല റിഫ്രഷിംഗ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആയിരിക്കുമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ട് വന്നിരിക്കുന്നത്. അതിനാദ്യം തന്നെ വേണ്ടത് നല്ല പഴുത്ത 2 മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളും മാങ്ങ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല മധുരമുള്ള മാങ്ങ തന്നെ നോക്കിയെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയ മാങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളയാം. ഈ ഒരു മാംഗോ മസ്താനി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ആലോചിക്കുന്നില്ലേ ഇതിനെങ്ങനെയാണ് ഈ പേരൊക്കെ ഒന്ന് വന്നതെന്ന്. അപ്പോൾ ഞാനും ആദ്യമായിട്ട് കേട്ടപ്പം ഇതൊന്ന് ആലോചിച്ചിട്ട് ആ ഒരു സ്റ്റോറി ഒന്ന് തപ്പിയെടുത്തന്നേ. സംഭവം നമ്മുടെ നാട്ടുകാരനല്ല, അങ്ങ് പൂനെയിൽ നിന്ന് വന്നതാണ്. പക്ഷേ ഇന്ത്യയിലുടനീളം ഇപ്പോൾ ഒരു ജ്യൂസ് അവൈലബിൾ ആണ്. പിന്നെ ഇതിനിങ്ങനെ ഒരു പേര് വരാനൊരു സ്റ്റോറിയൊക്കെ ഉണ്ടെന്നേ. പെഷ്വ രാജാവായിരുന്ന ബാജിറാവുവിൻ്റെ ഭാര്യയുടെ പേരായിരുന്നു മസ്താനി. അതുകൊണ്ടാണ് ഈ ജ്യൂസിന് ഇങ്ങനെ ഒരു പേര് വന്നതെന്നൊക്കെ കഥകൾ പറയുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വിശദമായ വിവരങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മാങ്ങ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല മധുരമുള്ള മാങ്ങയാണെന്ന്. അത്രയും മധുരമുള്ള മാങ്ങ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ജ്യൂസിന് ശരിക്കും ടേസ്റ്റ് വരുന്നത്. ഇപ്പം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ 2 രീതിയിൽ എടുക്കണം. ചെറിയ പീസസ് ആയിട്ടും കുറച്ച് മാറ്റി വെക്കണം. പിന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് മാങ്ങയുടെ പീസസ് മാറ്റി വെക്കണം. അപ്പം നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്ത് അവസാനം ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞു പീസസ് ആയിട്ട് നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 2 രീതിയിലും എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ അവസാനം ജ്യൂസ് ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനും, ഇത് നമ്മളൊന്ന് പാല് ചേർത്ത് അടിക്കാൻ വേണ്ടിയിട്ടുമാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ബ്ലെൻഡറോ മിക്സിയുടെ ജാറോ എടുത്തിട്ട് നമുക്ക് അടിക്കാനുള്ള ആ ഒരു മാങ്ങയുടെ പീസസ് എല്ലാം തന്നെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് നല്ല തണുത്ത പാലും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐസ്ക്രീം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ വാനില അല്ലെങ്കിൽ മാംഗോയുടെ ഫ്ലേവർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ അത്രയും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര വേണേൽ ശകലം ആഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ ആഡ് ചെയ്യുന്നില്ല, കാരണം നല്ല മധുരമുള്ള മാങ്ങയും ഐസ്ക്രീമും എല്ലാം ചേർത്തത് കൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സംഭവം സെറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മാംഗോയുടെ പീസസും പിന്നെ കുറച്ച് ആൽമണ്ടും നട്ടും കൂടി ചെറിയ പീസസ് ആക്കിയതും കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഐസ്ക്രീമും ഇട്ട് കൊടുത്ത് അതും ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. സംഭവം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും എത്ര ടേസ്റ്റിയാണെന്നുള്ളത്. ഇനി നമുക്ക് ആ അടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോയുടെ ആ ഒരു ജ്യൂസും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലൊരു അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പണി കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്ര ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബദാമും നട്ട്സും പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ വീണ്ടും മുകളിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ മുകളിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മാംഗോ കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കുമ്പം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെയും പിന്നെ അതിനകത്ത് ആഡ് ചെയ്ത നട്ട്സും ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടെ തന്നെ അതിൻ്റെ കൂടെ കഴിക്കുമ്പം ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ലെയർ ഐസ്ക്രീം കൂടി വെക്കണേ വേണേൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഈസിയാണ് ഈ മാംഗോ മസ്താനി. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര പണിയാണെന്ന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്താൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.